ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ മെറ്റീരിയൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളുടെ വർക്കിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗിയർ വയറാണ് കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് 2 പീസ് കട്ടാക്കി എടുക്കുകയാണ്. ഞാൻ 1 ലെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ഫോളോ ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ പേസ്റ്റിൻ്റെ ബോൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഒരു വൈറ്റ്, പ്യൂർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ്, ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ബീഡ്സാണ് കേട്ടോ. ഒരു കൊടം ഷേപ്പിലുള്ള, എന്താ പറയാമെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പേസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, എയർബോ മെറ്റീരിയൽസ്, ബീഡ്സ് ഐറ്റംസ്, എയർ ഓയിൽ, ഇത്രയും ഐറ്റംസാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക. ഇതുപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ലൈവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 പേര് ഓൾറെഡി ആ വ്യക്തി ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ അതുപോലെ നമ്മുടെ ഒരു കസ്റ്റമറാണ്. അവർ കർണാടകയിലാണ്. അവരും നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി 2 പേര് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് കൃത്യം 2:30 അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ടൈം കഴിഞ്ഞിട്ട് നമ്മളൊരു 3 മണിക്ക് ലൈവിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കുക. അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും 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 ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധ വിട്ടു പോവുകയാണ്. നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ട്, മെസ്സേജ് മീൻസ് ഉദ്ദേശിച്ചത് കമൻറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നിങ്ങൾ ആ ഒരു ഭാഗത്തോട്ടേ ഇല്ല. ആ വീഡിയോൻ്റെ ഫുള്ള് ഭാഗം നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത് പറ്റുന്ന അശ്രദ്ധ കൊണ്ടാണ് നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇത്ര അളവിൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലും സെയിം റൊട്ടേറ്റ് ആയി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇനിയിപ്പോൾ 7ാമത്തെ ഗീവവേൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. പറയുന്നത് കറക്റ്റ് ആവേണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ മുതൽ ആ ഒരാഴ്ചത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ആ ഒരു ലൈവ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ പരമാവധി നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഇപ്പോൾ ആ 2 വ്യക്തികൾക്ക് അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു അവസരം കൂടിയായിരുന്നു. കാരണം അവർക്ക് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് വരുന്നത്, മെറ്റീരിയൽസ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ അത് എന്താ ചെയ്യുക, അവർക്ക് ജസ്റ്റ് മിസ്സിങ് ആണ്. സങ്കടപ്പെടേണ്ട, ഇനിയും അവസരങ്ങൾ ഉണ്ടാവും, അതിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഞാൻ ദയവ് ചേർന്ന് നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ലൈവിലും വായിച്ച പേരുകൾ തന്നെയാണല്ലോ വീണ്ടും വീണ്ടും വായിക്കുക. പക്ഷേ അവർ ഓൾറെഡി നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അവരെ തന്നെ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ മുതൽ 7ാമത്തെ ആഴ്ചയിലോട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തെ വീഡിയോ മുതൽ 7 ദിവസത്തെ വീഡിയോ 7 ദിവസത്തെ വീഡിയോ ആയാലുള്ള ഒരാഴ്ചയാവുള്ളൂ. അപ്പോൾ ആ 7 ദിവസത്തെ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക, അതിൽ കമൻ്റ് ഇടുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾസ് ഒന്നും ഞാൻ ആഡാക്കില്ല. എനിക്ക് മനസ്സിന് ഇണങ്ങുന്ന കമൻറ്റുകൾ ഞാൻ വായിച്ചാൽ എനിക്ക് എന്ത് തോന്നും, ഓരോ വീഡിയോസിന് സംബന്ധമായിട്ടുള്ള കമൻറ്റുകൾ, അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടായിരിക്കും നറുക്കെടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ റൂൾസ് തന്നെയാണ് ഇതിലും. പക്ഷെ നിങ്ങൾ ഒരു റൂൾസും കൂടി ഈ ഒരു 7ാമത്തെ ആഴ്ചയിൽ എനിക്ക് ചെയ്തു തരേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം വീഡിയോ എനിക്കറിയാം ആരൊക്കെയാണ് എത്രത്തോളം ഫുള്ളായിട്ട് ഇരുന്ന് കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയാം. കാരണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ എന്നുള്ളത് കേട്ടോ.
നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റിൽ ചങ്ങല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്ത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ, ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി, ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ ലോക്ക് ചെയ്ത ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലൂടെ മറ്റ് ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്ത് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളുടെ ജംറിങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ വെള്ളിയിലുള്ള ജംറിങ് ഇല്ല, ഗോൾഡാണ്, അപ്പം ഞാൻ അത് എടുക്കാതിരുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലോട്ട് ജംറിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു കൊളുത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ നേരിട്ട് കൊളുത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജംറിങ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജംറിങ് എന്ന് പറയുമ്പോൾ ആ വട്ടത്തിലുള്ള ഒരു എന്താ പറയുക അതിന് കണ്ണീന്നോ എന്തോന്ന് പറയല്ലോ, ആ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഈ ഒരു കൊളുത്ത് അതിലിട്ട് കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക. ഇതറിയാത്ത വ്യക്തിക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡ്ലം ബ്രേസ്ലെറ്റാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് പല ഡിസൈനുകളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. കാരണം രണ്ട് സൈഡിലും ഞാൻ ഒരേ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു സൈഡിൽ ഒറ്റ ബീഡ്സ് മാത്രം വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, മറ്റേ സൈഡിൽ വേറെ കളർ ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളിലേക്ക് ഡിസൈൻ മാത്രമേ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടല്ലേ നമ്മൾ ചെയ്തെടുത്തത്, ആർക്കും ചെയ്യാം. കുഞ്ഞു മക്കൾക്ക് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചെയ്തെടുക്കാൻ കഴിയും. അത്രയും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷേ ഇത് കയ്യിൽ കെട്ടി കാണിക്കണമെന്നുണ്ടായിരുന്നു. കയ്യിൽ കെട്ടാൻ എന്താണെന്നറിയാം, ഒരു കൈ വെച്ചിട്ട് നമ്മൾ തന്നെ കെട്ടണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ജംറിങ് ആഡ് ചെയ്യാത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കൈ വെച്ച് കെട്ടിയിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ്. വയറിൻ്റെ ഇത് ഉണ്ടല്ലോ ബാംഗിൾസ്, അതേ ഒരു ഡിസൈനിലായിരിക്കും നമുക്കിത് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.